ഹാർഡ് പ്ലേസസ്. പ്രയാസ സമയങ്ങളിൽ എങ്ങനെ മുൻപോട്ട് പോകും? ജീവിത ഭാരങ്ങളിൽ, കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ, മക്കളെ ഓർത്ത്, നമ്മുടെ ഫൈനാൻഷ്യൽ, അതായത് പണസംബന്ധമായ ഭാരങ്ങൾ, രോഗം, ഇങ്ങനെ പല ഭാരങ്ങളുകൊണ്ട് നമ്മൾ വിഷമിക്കുമ്പം നമ്മളെങ്ങനെ മുൻപോട്ട് പോകും? നമ്മൾ ഉദ്ദേശിച്ച സ്വപ്നങ്ങളൊന്നും നടക്കാത്തപ്പോൾ നമ്മളെങ്ങനെ മുൻപോട്ട് പോകും? ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ അടുത്ത ഒരു പടി മുൻപോട്ട് കയറാൻ വയ്യാത്ത പോലെ ദുഷ്ടൻ വഴി അടച്ചു വെക്കുമ്പം എങ്ങനെ മുൻപോട്ട് പോകും? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങളാണ് ഇതിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആത്മാവിൻ്റെ ദൃഷ്ടിയിൽ ഇത് കാണാൻ വേണ്ടി ദൈവകൃപ ഇപ്പോൾ ഒഴുകാൻ തുടങ്ങിയാണ്. നമ്മുടെ ജഡശരീരത്തിന് ആത്മീക ശക്തി കൊണ്ട് ഇപ്പോൾ നിറയ്ക്കാൻ പോവുകയാണ്. ഇൻവിഗറേറ്റ് അവർ ബോഡി with the power of the Holy Spirit. Translate me into the kingdom of light from the kingdom of darkness. അതാണ് മെയിൻ തീം. അതായത് ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക, എന്നെ കൈക്ക് പിടിച്ച് ഈ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുക. ഇതൊക്കെ ഏതൊരു ഭക്തൻ്റെയും പ്രാർത്ഥനയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നെടുവീർപ്പുകൾ പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായിട്ടാണ് കടന്നു ചെല്ലുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കയറുമ്പോൾ, അല്ലെ ദൈവം ഒരു വാഗ്ദത്തം തന്നു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും. ഇറ്റ്സ് ലൈക്ക് ആൻ ഒബ്സ്റ്റക്കിൾ റേസ് പോലാണ്. പ്രയാസങ്ങളും മതിലുകളും ഭാരങ്ങളും ഇല്ലാതെ ആരും പോകുന്നില്ല. ലൈഫ് ഈസ് നോട്ട് ഈസി. ജീവിതമെന്ന് പറയുന്ന എളുപ്പമുള്ളൊരു കാര്യമല്ല. ലൈഫ് ഈസ് ഹാർഡ്. ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഫോളൻ വേൾഡ്, അതായത് ഭൂമി പാപത്തിനടിമയായ ഭൂമി ജീവിക്കുന്നത് എളുപ്പമല്ല. പക്ഷെ വേദപുസ്തകത്തിൽ ഏതൊരു പ്രയാസ സമയത്തും ദൈവം എങ്ങനെയാണ് അത് നമ്മളെ സഹായിച്ചതെന്നുള്ളതിനാണ് സംഖ്യാപുസ്തകത്തിൻ്റെ 20-ാം അധ്യായം ഞാൻ എടുക്കുന്നത്. കുറച്ച് ഭാഗം വായിക്കാം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി ജനം കാദേശിൽ പാർത്തു. ഒരു സീൻ എന്ന് പറഞ്ഞ ഒരു മരുഭൂമിയിൽ ഇപ്പം വന്നിരിക്കുക. 40 വർഷത്തെ യാത്രയാണെന്ന് ഓർക്കണം. അവിടെ വെച്ച് മിരിയാം മരിച്ചു. മിരിയാം എന്ന് പറയുന്നത് മോശയുടെ സഹോദരിയാണ്. അവർ മരിച്ചു. അവിടെ അവളെ അടക്കം ചെയ്തു. ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി ജനം മോശയോട് കലഹിച്ചു. അപ്പം കലഹത്തിൻ്റെ വെള്ളമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങൾ ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. എന്നാലും മോശയും അഹ്റോനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ ചെന്ന് കവിന്ന് വീണ് യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. യഹോവ മോശയോട് നിന്റെ വടിയെടുത്ത് നീയും സഹോദരൻ അഹ്റോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാൺകെ പാറയോടെ കൽപ്പിക്കുക. അവിടെ നിർത്താം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് ദൈവം തൻ്റെ ചിറകിൻ്റെ മേൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ മരുഭൂമിയിൽ കൂടെ കൊണ്ടു നടക്കുന്ന സമയമാണ്. അവർ ചെങ്കടൽ 2ആയിട്ട് പിളർന്ന് കണ്ടവരാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ടും ഇവർക്ക് ഈ മരുഭൂയാത്രയിൽ കൂടെ പോകാതെ കനാൻ ദേശത്തെ എത്തിച്ചെല്ലാൻ ഒക്കത്തില്ല. ഒരു പ്രയാസസന്ധി വരുമ്പം ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ വലിയ ആർഭാടത്തോടെ സന്തോഷത്തോടെ മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷമല്ല ഇപ്പോഴങ്ങ് പോയി. കാരണം ഇവിടെ കാലങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ എടുക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനെ കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ നമുക്ക് ദുഃഖം കടന്നു വരും. നമ്മളെ മുൻപോട്ട് പോകേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച വഴിയിൽ കൂടെ പോകാത്തപ്പം നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. അതേ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കൂടെ സഹായിക്കാനുണ്ടായിരുന്ന മിരിയം എന്ന് പറഞ്ഞ സഹോദരി അവിടെ വെച്ച് മരിച്ചു, അവിടെ അടക്കി. അങ്ങനെയാണ് തുടക്കം. അത് കഴിയുമ്പോഴത്തെ പ്രശ്നം എന്താണ്? അവിടെ വെള്ളമില്ല.
ഓൾറെഡി അവർ മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ ജീവിക്കുന്ന മക്കൾക്ക് വെള്ളം കൂടി ഇല്ലാതായപ്പോഴത്തേക്ക് ഇവർക്ക് ദേഷ്യവും സഹിക്കാൻ വയ്യാത്ത ക്രോധം കടന്നു വരികയാണ്. ഇവർ മോശയോട് ചോദ്യം ചെയ്യുക തന്നെയല്ല, വേണ്ടി വന്ന മോശയെ കൊല്ലാനും തക്കത്തിൽ ദേഷ്യത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ മിസ്രൈമിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ നല്ല സുഖമായിരുന്നു. മിസ്രൈം അത്ര നല്ല സുഖമായിരുന്നോ? അല്ല, അടിമത്വത്തിന്. പക്ഷെ എത്ര പെട്ടെന്നാണ് നമ്മളിത് മറന്നു പോകുന്നത്. മിസ്രൈമിലുള്ള സുഖങ്ങൾ, എന്താണ് സുഖം ഉണ്ടായിരുന്നത്? ഞങ്ങൾക്ക് അവിടെ അത്തിപ്പഴം ഉണ്ടായിരുന്നു, അവിടെ ബദാം കായ ഉണ്ടായിരുന്നു, പിന്നെന്താ പറയുന്നത്, 3-4 കാര്യങ്ങൾ അവരവിടെ പറയുകയാണ്. മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുത്തി അത്തിപ്പഴമുണ്ട്, മുന്തിരിപ്പഴമുണ്ട്, പിന്നെ വിത്തുമുണ്ട്, മാതളപ്പഴമുണ്ട്, കുടിപ്പാനോ ഇപ്പോൾ വെള്ളവുമില്ല. എല്ലാം ഇപ്പോൾ അവിടെ ഉള്ളതുപോലെയാണ്. എപ്പോഴും അക്കരെ പച്ചയാണ്. അവിടെ എല്ലാം സുഖമായിരുന്നു. നമ്മൾ പറയത്തില്ലേ, നമ്മൾ വലിയ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടെ സുഖമായിരുന്നു, കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ജീവിതം കഷ്ടമായിരുന്നു. അല്ലെ നമ്മളൊരു ജോലിക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ, അല്ലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് മുൻപോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ അതിന് മുൻപ് ഒത്തിരി നല്ലതായിരുന്നു, അതിന് മുൻപത്തെ ഗതികേട് കൊണ്ടാണ് ഇതിന് ഇറങ്ങി തിരിച്ചത്. അതാരും പറയുന്നില്ല, ഓർക്കുന്നുമില്ല. ഇവരാകെ കൂടെ മോശയോടെ ദേഷ്യപ്പെട്ടിട്ട് ഇവർ ദൈവത്തിൻ്റെ ദാനങ്ങൾ, അല്ലെ ദൈവത്തിൻ്റെ നന്മകൾ മറന്നിട്ട് സംസാരിക്കാൻ ഇവർ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ നിർത്താം. നമുക്കും അങ്ങനെയല്ലേ, സേല എന്ന് പറഞ്ഞതുപോലെ നമ്മളും പ്രയാസങ്ങൾ വരുമ്പം ദൈവത്തിൽ നിന്ന് മാറി നിന്നിട്ട് ദൈവത്തെ കാണാത്തതുപോലെ വർത്തമാനം പറയുക. മോശയോട് ദൈവം പറഞ്ഞിട്ട് മോശയെ അനുസരിക്കുക മാത്രം ചെയ്തതാണ്. ഇവർക്കിവിടെ വെള്ളമില്ലെന്നാകുമ്പം ഇവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ മരുഭൂമിയും സാൻഡ് ഡ്യൂസുമാണ്. മരുഭൂമിയിൽ വെള്ളമില്ലാത്ത മണൽ മാത്രം, മല പോലെ കിടക്കുന്ന മണൽ. നമ്മൾ മരുഭൂമിയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെയൊന്നും ഒരു പച്ചിപ്പുമില്ല. അവിടെ ആകെ കൂടെ കാണുന്നത് ഈ കാറ്റടിച്ച് വരുമ്പോൾ ഈ മണ്ണെല്ലാം കൂടെ പറന്നിട്ട് നമ്മുടെ തല തൊട്ട് കണ്ണ് തൊട്ട് വാ തൊട്ട് ഈ മണ്ണും കൂടെ നിറയും. അപ്പോൾ ഇവന് വെള്ളം കൂടി ഇല്ലാത്ത അവസ്ഥയിലാകുമ്പോഴും അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അവരാകെ കൂടെ ക്രോധത്തിൽ വന്നിട്ട് ഇവർ പറയുകയാണ്, ഞങ്ങൾ എന്തിനാ ഇവിടുന്ന് മിസ്രൈമിൽ നിന്ന് ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നാൽ പിന്നെ അവിടെ വെച്ച് ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ചത്താൽ മതിയായിരുന്നു. നമ്മൾ തന്നെ ഇങ്ങനെ പലപ്പോഴും പറയാറില്ലേ, അയ്യോ ഈ ഗതികേട് വരുന്നതിനും അങ്ങ് ചത്താൽ മതിയെന്ന്. നമ്മൾ അറിയുന്നില്ല എങ്ങോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ അറിയുന്നില്ല എന്ന് വെച്ചാൽ അറിയുന്നുണ്ട് ഒരു കണക്കിൽ. അവരറിഞ്ഞു അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുകയാണ്. പക്ഷെ ഈ ഒരു ഭാരം വന്നപ്പം കനാൻ ദേശത്തിൻ്റെ സ്വപ്നവും മറന്നുപോയി, അങ്ങോട്ട് പോകുന്ന കാര്യവും മറന്നുപോയിട്ട് മനുഷ്യനല്ലാത്ത അവസ്ഥയിൽ ദൈവത്തെ മറന്ന് സംസാരിക്കുന്നു. നമുക്ക് ഇങ്ങനെയുള്ള ഭാരങ്ങൾ വരുമ്പം, നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നും അന്ന് വരെ നമ്മൾ സഹായിച്ചവരെ ഒരിക്കലും സഹായിച്ചിട്ടില്ലാത്ത പോലെ വർത്തമാനം പറഞ്ഞേച്ച് പിന്നെ ക്ഷമ ചോദിച്ചിട്ട് എന്ത് കാര്യം? വാതുറക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ആരോടാണ് പറയുന്നത്, എന്താണ് പറയുന്നത്. ഒരു ബുദ്ധിമാനായ ഒരു വിശുദ്ധൻ എപ്പോഴും മനസ്സുകൊണ്ടൊന്ന് ആദ്യം ചിന്തിച്ചിട്ട് പറയാനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം. ആർക്കുമില്ല. എത്ര ഉന്നത പദവി ഇരിക്കുന്നവർക്കും ആ കഴിവില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് സമാഗമന കൂടാരത്തിലേക്ക് കമന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം മോശ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. മോശ അവരോട് തിരിച്ചൊന്നും പറയുന്നില്ല, മോശയ്ക്ക് ദുഃഖമാണ്. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ദീസ് ആർ വാട്ടേഴ്സ് ഓഫ് മെറീബ, അതായത് കലഹ ജലമാണിവിടെ. ദീസ് ആർ ആക്ച്വലി മെനി ഓഫ് us are walking through hard places. നമ്മളെല്ലാവരും പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷെ ദൈവം തന്ന വാഗ്ദത്തം നാളെ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അവിശ്വാസം മൂലം ആ വാഗ്ദത്തം കിട്ടാതെ പോവുകയാണ്. വേറൊന്നുമല്ല, only one thing, എൻ്റെ അവിശ്വാസം. വിശ്വാസത്തിൻ്റെ ആ ഒരു ദൃഢത മാറിയിട്ട് അവിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ്. ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? നമ്മൾ തന്നെ. ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് പറയുന്നത്, ഞാനൊരു വാഗ്ദത്തം നിനക്ക് മുമ്പിൽ വെക്കുമ്പോൾ ഈ ഒരു യാത്ര ഈ ഒരു മരുഭൂമിയിൽ കൂടെ കടന്നെങ്കിൽ മാത്രമേ നിനക്ക് കനാൻ ദേശത്തെ ചെല്ലാനൊക്കത്തുള്ളൂ. മരുഭൂയാത്ര കണ്ട് പേടിക്കുന്ന അനേക മക്കൾ എൻ്റെ വചനം ഇന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ദൈവം മോശയെ കൊണ്ട് പഠിപ്പിക്കുന്ന എന്താ? മോശ ഒന്നും ചെയ്തില്ല. മോശ തിരിച്ച് സമാഗമന കൂടാരത്തിലേക്ക് പോകണം. അങ്ങനെയല്ലേ വചനം എഴുതിയിരിക്കുന്നത്. കുടിപ്പാൻ വെള്ളവുമില്ല എന്നവർ. എന്നാലും മോശയും അഹറോനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ ചെന്ന് കവിന്ന് വീണ് പ്രാർത്ഥിക്കുകയാണ്.
എപ്പോഴാണ് നമ്മൾ കമന്ന് വീണ്, അതായത് ഭൂമിയോളം നമ്മൾ താണ് കിടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഒന്നും ഇക്കാര്യത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല. അനേക മക്കൾ ഈ വചനം കേൾക്കുന്നവർ ഈ സമയത്ത് ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ പറയുന്നത് കവിന്ന് വീണ് കേൾക്കണം. നമ്മുടെ ജഡത്തിൽ ഇത് കേട്ടിട്ട് ഒരു പ്രയോജനവുമില്ല. ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ആത്മാവ് കവിണ്ണ് വീണ് ദൈവശബ്ദം കേൾക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വരും. സംശയമില്ലാത്ത സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. പണ്ട് കാലങ്ങളിലെ പോലെ ദൈവം ഉത്തരം തരാൻ ഒത്തിരി സമയമൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം കാലം തീർന്നു പോകാൻ സമയമായി കാണും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രണ്ടാം വരവിൻ്റെ സമയമായി കാണും. വളരെ എളുപ്പം ചില സന്ദർഭങ്ങളിൽ ഉത്തരം തരുന്നത് ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ കമന്ന് കിടന്ന് ദൈവസന്നിധിയിൽ കരയുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരിക തന്നെയല്ല, മോശയ്ക്ക് ഉത്തരം കൂടെ കൊടുക്കുന്ന ഒരു ദൈവം. അങ്ങനത്തെ ഒരു ദൈവത്തെയാണോ നമ്മൾ കാണുന്നത്? ഈ ദൈവം നമ്മളെ മറന്നുപോയോ? നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം ചോദിക്കുന്ന വിധത്തിൽ ഉത്തരം കിട്ടിയാലേ ദൈവം ഉള്ളൂ എന്ന് പറയാൻ എളുപ്പമാണ്. എങ്ങനെയുണ്ട്, ഒരിക്കലും ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത ചില ക്വസ്റ്റ്യൻസ് മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഒക്കുമോ? ചില കാര്യങ്ങൾക്ക് ഉത്തരത്തിന് ദൈവം തരുന്നില്ല. ജീവിതത്തിൽ നമ്മൾ എബ്രായ ലേഖനം 11 വായിച്ചു നോക്കുമ്പോൾ അറിയാം, പല വിശുദ്ധന്മാരും അവരുടെ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതകാലത്ത് പ്രാപിച്ചെടുത്തില്ല. പക്ഷേ അവർക്കറിയാമായിരുന്നു അവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് അവരിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. അങ്ങനെയല്ലേ നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാർ അതുപോലെ മോശയെപ്പോലെ തന്നെ മരുഭൂ യാത്രയിൽ ഉറച്ചു നിന്ന് കഷ്ടപ്പെട്ട സമയങ്ങളിൽ അവർ കമന്ന് കിടന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നമ്മളിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്നത്. ആ ദൈവം പറയാണ്, എൻ്റെ മഹത്വം ഇതാ നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. അപ്പച്ചൻ്റെ മഹത്വം ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ അപ്പച്ചനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറുന്നു. ദൈവത്തിൻ്റെ ആത്മാവിത നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു നിമിഷം കൊണ്ട്, അതായത് നമ്മൾ മനസ്സ് ദൈവത്തോട് ഐക്യമത്യപ്പെടുന്ന ഒരു സമയമുണ്ട്, ഒരു സെക്കൻഡ് ആയിരിക്കാം ചിലപ്പം, പക്ഷെ ദാറ്റ്സ് ഇനഫ്. ആ ഒരു ടൈം ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുകയാണ്, ഞാൻ ഇടതോട്ടും വലതോട്ടും നോക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമാഗമന കൂടാരം എന്ന് പറയുമ്പം ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ്. നമ്മൾ ഓർക്കണം, ഇത് പഴയ നിയമം. പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ നെഞ്ച് കീറി കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കയറി വരുവാനെന്ന് ദൈവം നമ്മളെ എബ്രായ ലേഖനം 4:16 പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കടന്നു വന്നിട്ട് സാഷ്ടാംഗം കമന്ന് കിടന്നു, ദൈവമേ എനിക്ക് നീ ഇതിനൊരു ഉത്തരം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കമന്ന് കിടക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വന്ന് പ്രശ്നമേറ്റെടുക്കുന്ന ദൈവമാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ കലഹത്തിൻ്റെ ജലം മാറ്റാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ പരിശ്രമിച്ചു, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് അതായത് നമ്മൾ ഈ യുദ്ധത്തിലൊക്കെ ചെല്ലുമ്പോൾ കാണത്തില്ലേ, ഒരാൾ മറ്റേ സൈഡിനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ കൈപൊക്കും, അല്ലെ വെള്ളക്കൊടി കാണിക്കും, സമാധാനം എനിക്കിനിയില്ല, എനിക്കൊന്നും പറയാനില്ല. അതാണിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കേൾക്കാമെങ്കിൽ കർത്താവിൻ്റെ മഹത്വം ഇസമയത്ത് നമ്മുടെ ഭവനങ്ങളിൽ കയറി വരുന്നു. നമ്മുടെ ഭവനങ്ങളിൽ കയറി വരുമ്പോൾ ദൈവം ആദ്യം നോക്കും. നമ്മൾ വിഷമിക്കുന്ന ഒരു മകനായിരിക്കാം, അല്ലെ ഒരു മകളുടെ കാര്യം, അല്ലെ ഭർത്താവ്, ആ വ്യക്തി എവിടെയെന്നാണ് യേശു നോക്കാൻ പോകുന്നത്. പേർ ചൊല്ലി അവരെ വിളിക്കാൻ പോവുകയാണ്. ശബ്ദം കേൾക്കും, മകനെ നീ എവിടെയാണ്? മുടിയനായ പുത്രനോട് വിവേകം അല്ലെ സുബോധം ഇട്ടുകൊടുത്ത ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സുബോധം, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് ഇതാ കടന്നു വന്നിരിക്കുന്നു. പ്രാപിച്ചെടുക്കുക, കൈനീട്ടി വാങ്ങിച്ചെടുക്കുക. എൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കേണ്ടിയത് അവസാന നിമിഷത്തിൽ എൻ്റെ അവിശ്വാസം കൊണ്ട് ഇല്ലാതെ പോകരുത് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഈ സമയങ്ങൾ. എല്ലാ അനുഗ്രഹവും ദൈവം തന്നിരിക്കുന്നു. കാരണം കർത്താവ് പറയുന്നത് അവൻ്റെ വാഗ്ദത്തങ്ങൾ യെസ് ആൻഡ് ആമേൻ. ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കടന്നു വാ. നമുക്ക് ഇന്നൊരു പുതിയ ദിവസമായിട്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി കമന്ന് കടന്ന്, കർത്താവേ ഞാൻ എൻ്റെ സകല കഴിവുകളും അടിതറ വെക്കുകയാണ്. ഐ കാൺ ഡു ഇറ്റ് എനിമോർ. ഞാൻ നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു, ടേക്ക് ഇൻ ചാർജ്. അങ്ങനെ എടുത്ത് ഇതൊരു ജസ്റ്റ് ലൈക്ക് നമ്മൾ പ്ലെയിനിൽ കയറി സ്റ്റേറ്റ്സിലേക്കോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകുമ്പോൾ നമ്മൾ പിന്നെ പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ദ പൈലറ്റ് വിൽ ടേക്ക് us ടു ദ റൈറ്റ് പ്ലേസ്. ക്രിസ്തുവാകുന്ന പൈലറ്റ്
നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ്റെ കൂടെയുള്ള യാത്ര ഈ നിമിഷം തൊട്ട് അനുഗ്രഹമാക്കി തരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, പ്രയാസ സന്ദർഭങ്ങളിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ വളരെ പ്രയാസമുള്ള സന്ദർഭത്തിൽ കൂടെ മോശയും തൻ്റെ ജനതയും പോയതായിട്ട് ഞങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. ആ പ്രയാസസന്ധിയിൽ അവിടുന്ന് മാറി നിന്നില്ല. ഒരു കാര്യം മാത്രം ചെയ്യണമായിരുന്നു. ഒരാൾ, മോശ ഒരാൾ, അല്ലെ അഹ്റോന്, ഇവർ രണ്ടുപേരും സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ ആർക്ക് ഓഫ് ദ കവനൻ, കർത്താവിൻ്റെ സമാഗമന കൂടത്തെ പെട്ടകത്തിനകത്ത് കറന്ന് വന്ന് കമന്ന് കിടക്കുന്നതായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളും അതിൻ്റെ പുറകിൽ തന്നെ നിൻ്റെ സന്നിധിയിൽ വന്ന് കമന്ന് കിടന്നു. കർത്താവെ, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ വയ്യ, കഴിവില്ല എന്ന് സമ്മതിക്കുന്നു. കർത്താവിൻ്റെ ഗ്ലോറി, അല്ലെ മഹത്വം അവിടെ ഇറങ്ങി വരട്ടെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരട്ടെ. ഞങ്ങളിത് പറയുന്ന നിമിഷത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വരുന്നതിന് ദൈവത്തിൻ്റെ തീ ഇറങ്ങിക്കൊണ്ട് വന്ന് കർത്താവെ, ദൈവം ദുഷ്ടശക്തികളെ അടിച്ചു മാറ്റി കരിച്ചു മാറ്റി പുതുവഴി ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. പക്ഷേ അതെന്നെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരായി. ഞങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ നിന്ന് ഉത്തരം തരാനായിട്ട് ഓടി വന്നതിന് നന്ദി പറയുന്നു. ഇന്ന് ദിവസം ഞങ്ങൾ ഉദ്ദേശിക്കാത്ത വിധത്തിൽ പല പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തിനെ തട്ടി ഉണർത്തിയതിന് നന്ദി പറയുന്നു. അതേ കർത്താവെ, സംഖ്യാപുസ്തകം 20 വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതെന്ന് ഞങ്ങളെ പഠിപ്പിക്കും. അത് കേൾക്കാൻ വേണ്ടി ഞങ്ങളുടെ ചെവികളെ കർത്താവെ തുറന്നു തരണമേ, അന്തരാത്മാവിനെ തുറന്നു തരണമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ കാണിക്കണേ അപ്പച്ച. അങ്ങനെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ, നേർ വഴിക്ക് പോകുവാൻ അവിടുന്ന് ഞങ്ങളുടെ കൈക്ക് പിടിച്ച് നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഈ നടത്തുന്ന ദൈവം ഞങ്ങളുടെ അടുത്ത തലമുറകളെയും നടത്താൻ വിശ്വസ്തനാണെന്ന് പഠിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.